ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനും ശക്തമായി തിരിച്ചടിച്ചു. 200 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു. ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ സ്റ്റേറ്റ് ടിവി റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിലെ സൗത്ത് പാർസ് എണ്ണപ്പാടത്തിന് തീപിടിച്ചു. MG മിഥുൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഇന്നലെ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്രമണത്തിന്റെ തുടക്കമായിരുന്നെങ്കിൽ അത് നീണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ രണ്ട് രാജ്യങ്ങളുടെയും ആകാശത്ത് തീമഴ പെയ്യുന്ന സാഹചര്യമായിരുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. പക്ഷേ ഇത് എത്ര നാൾ നീണ്ടു നിൽക്കും? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾക്ക് ഇനി എത്രത്തോളം സാധ്യതയുണ്ട്? ഇപ്പോൾ എന്താണ് ഇരു രാജ്യങ്ങളുടെയും സ്ഥിതി? ശ്രീജ, ഇരു രാജ്യങ്ങളും തമ്മിൽ മിസൈൽ വർഷം തുടരുക തന്നെ ചെയ്യുകയാണ്. സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ രാവിലെയൊക്കെ ഈ രാജ്യങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം നടന്നിരുന്നു. വൈകിട്ട് വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇസ്രയേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നു. ഡ്രോൺ ആക്രമണവും ഒപ്പം തന്നെ മിസൈൽ ആക്രമണവും നടന്നു. യമനിൽ നിന്നും ഒപ്പം തന്നെ ഇറാഖിലെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടും ഒക്കെയായിരുന്നു ഇത്തരത്തിൽ ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായത്. ഇതിൽ ടെലവീവിലും മറ്റ് ഗലീലിലും ഒക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതിൽ സ്ഥിരീകരണം വന്നിരിക്കുന്ന ഒരു യുവതി ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലിനെ സംബന്ധിച്ച് എന്നുള്ളത് തന്നെയാണ്. ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. പക്ഷേ നമുക്കറിയാം, ഇസ്രായേലിനെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് സാധിക്കുന്നുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ വീണ്ടും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ആ പ്രത്യാക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇറാൻ വിറച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ സൈനിക കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കിയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണമെങ്കിൽ അതൊരു പടി കൂടി കടന്ന് എണ്ണപ്പാടങ്ങൾ, ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായിട്ടുള്ള എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. ആ എണ്ണപ്പാടങ്ങളിൽ മിസൈൽ വർഷം ഉണ്ടാവുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ടെഹ്റാനിലെ ഇറാന്റെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാന എണ്ണ ശേഖരണ കേന്ദ്രം തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ എണ്ണ കേന്ദ്രം ഷെഹ്റാൻ ഓയിൽ ഡിപ്പോയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആദ്യം ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 90 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു നഗരമാണ് ഈ ടെഹ്റാൻ എന്ന് പറയുന്നത്. ആ മേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു എണ്ണപ്പാടം ഉള്ളത്. അതായത് ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുകയും ഒപ്പം തന്നെ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന അത്തരത്തിലോളം ബാരലുകൾ എണ്ണ ഇവിടെ ഉണ്ടായിരുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മിസൈൽ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ മേഖലകൾ ഉണ്ടായത്. തീയണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. അതേസമയം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തീയൊക്കെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഭാഗമായിട്ടുള്ള ചില കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സ്ഥിതി അതീവ രൂക്ഷമായി തന്നെയാണ് ഇറാനെ സംബന്ധിച്ച്. ടെഹ്റാൻ നഗരത്തിൽ മിസൈൽ മഴ പെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം, ഇന്ന് പുലർച്ചയോടെയും കഴിഞ്ഞ ദിവസം രാത്രിയോടെയൊക്കെ ഉണ്ടായത് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ ഈ ഒരു സമാധാന നീക്കവുമായി ബന്ധപ്പെട്ട ഇറാനുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ യാതൊരുവിധ അയവിനുമില്ല, ഒരു തരത്തിലുമുള്ള സന്ധിക്കില്ല എന്ന നിലപാട് ഇറാൻ അറിയിച്ചു. ഇനി ഒരു തരത്തിലും US-ഉമായി ഈ ആണവ കരാർ സംബന്ധിച്ച ചർച്ചയ്ക്കില്ല എന്നുകൂടിയുള്ള നിലപാട് കൂടി അറിയിക്കുന്നതോടുകൂടി ഇതിൽ വ്യക്തമാകുന്നത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഇനിയും അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കിതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. എന്തായാലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാഖ് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കാരണം ഇസ്രായേൽ ഇത്തരത്തിൽ ഇറാഖിന്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നത്. ആ സാഹചര്യം ഒഴിവാക്കണം, ഈ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയണമെന്നൊരു ആവശ്യം ഇറാഖ്
മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു അനുകൂല നടപടിയോ അല്ലെങ്കിൽ അനുകൂല നിലപാടോ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു രാത്രിയിലോടുകൂടി ഇത്തരത്തിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായതിനു ശേഷം അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് ഏതു വിധേയനും ഇത്തരത്തിൽ ഒരു ആക്രമണം വീണ്ടും ഉണ്ടായാൽ അതിനെ തടയുന്നതിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തണം. ഒപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് യമൻ, സിറിയ, ജോർദാൻ അടക്കമുള്ള ആ അതിർത്തി പ്രദേശങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള ജാഗ്രത പുലർത്തണം. അവിടെയുള്ള ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നേരത്തെ തന്നെ ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാഖിന്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ജെറ്റ് വിമാനങ്ങൾ ഇറാനിലെ ഉള്ളിലേക്ക്, ഇറാന്റെ വ്യോമപാതയ്ക്കുള്ളിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം ആണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഈ സമയത്ത് 3ഓളം ജെറ്റ് വിമാനങ്ങൾ, J-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടുള്ള ഒരു അവകാശവാദം ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് വരുന്നുണ്ട്. നേരത്തെ 2 വിമാനങ്ങൾ തകർത്തതായിട്ടുള്ള ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ നടന്ന ഈ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ഒരു വിമാനം കൂടി, J-35 വിമാനം കൂടി തകർത്തതായിട്ടുള്ള ഒരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിലും ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുകയാണ് ഇറാൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. എന്തായാലും അതീവ ഗുരുതരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ബുഷ്കർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയിൽ കൂടി ആക്രമണം ഉണ്ടായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ടെഹ്റാനിലെ പ്രതിരോധ ഗവേഷണ ആസ്ഥാനം ഇസ്രായേൽ സൈന്യം ആക്രമിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഷെഹ്റാൻ ഇന്ധന ഡിപ്പോ വലിയ രീതിയിൽ ആക്രമണത്തെ തുടർന്ന് അത് ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ ഇറാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു. ഏകദേശം 60 പേരോളം ഇന്നലെ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇന്നലെ രാവിലെ UN സുരക്ഷാകാര്യ സമിതിയിൽ വ്യക്തമാക്കിയതായിരുന്നു, കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ, ഇസ്രായേൽ ആക്രമണത്തിൽ 78ഓളം പേർ, അതിൽ പ്രധാനപ്പെട്ട 4 ലീഡേഴ്സ് ഉൾപ്പെടെ 78ഓളം പേർ മരണപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 60 പേർ കൂടി മരിച്ചു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള, വളരെ ഖേദകരമായിട്ടുള്ള വാർത്തകൾ കൂടി ഇറാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിഗുരുതരമായി മുന്നോട്ട് പോകുന്നു. മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ. ഇറാനെയോ അല്ലെങ്കിൽ ഇസ്രായേലിലോ പ്രത്യേകിച്ച് പിണക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കില്ല. വലിയ സഹകരണമുള്ള 2 രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉടൻ തന്നെ നടത്തുമെന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ത്രിരാഷ്ട്ര സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോകുന്നുണ്ട്. G7 ഉച്ചകോടിയിൽ ഇക്കാര്യം, സമാധാനം പുനഃസ്ഥാപിക്കണം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയം G7 ഉച്ചകോടിയിൽ അദ്ദേഹം ഉന്നയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഒരു ഇടപെടൽ അത് ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു അപ്ഡേറ്റ്, ഇറാൻ ഈ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസി ഇങ്ങനെ ഇസ്രയേലിൻ്റെ ആക്രമണം നടക്കുമ്പോഴും നിശബ്ദമായിരിക്കുന്നു എന്നാരോപിച്ചിപ്പോൾ ഇറാൻ രംഗത്തെത്തുന്നുണ്ട്. അതായത് ഒരു ഇടപെടൽ ഉണ്ടാകാത്തതിൽ ഇറാന് അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നാരോപിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ, ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴും ഈ അന്താരാഷ്ട്ര ഏജൻസികൾ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് ആണവ മേഖലയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തുടരുന്ന നിശബ്ദതയിൽ ഇറാന് വലിയ പ്രതിഷേധമുണ്ടെന്ന് തോന്നുന്നു. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്, അതിലേക്ക്. אנחנו סללנו נתיב לטהרן. בזמן הקרוב ביותר אתם תראו את מטוסי ישראל, את חיל האוויר של ישראל, הטייסים שלנו, מעל שמי טהרן. אנחנו נפגע בכל אתר, בכל מטרה של משטר האייתולות, ומה שהם הרגישו עד עכשיו הוא כאין וכאפס למה שהם ירגישו תחת נחת זרוענו בימים הקרובים. അതെന്താ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് എന്താണ്, ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലേക്ക് നീങ്ങരുതെന്നും സമാധാനം കാത്തു സൂക്ഷിക്കണമെന്നും മാർപ്പാപ്പ ലിയോ 16 ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. Giorni giungono notizie che destano molta preoccupazione.
Si è gravemente deteriorata la situazione in Iran e Israele in un momento così delicato, desidero rinnovare con forza un appello alla responsabilità